പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യ മനസ്സിന് കീഴടക്കുന്ന ഒന്നാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ. എന്നാൽ എൻ്റെ മനസ്സിൽ ഒട്ടുമിക്ക ആഗ്രഹങ്ങളും സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ആഗ്രഹങ്ങളുടെ പട്ടികയിൽ വളരെ മുൻപന്തിയിൽ തലപൊക്കി നിൽക്കുന്ന ഒരാഗ്രഹമാണ് മഴയുള്ള സമയത്ത് തനിയെ വണ്ടിയെടുത്ത് ഒരുപാട് ദൂരെ യാത്ര പോവുക. ഈ ആഗ്രഹം എന്നെങ്കിലും ഒന്ന് സാധിപ്പിച്ചു തരാൻ ഞാൻ എൻ്റെ കാവൽക്കാരനോട് ഒരുപാട് കേണപേക്ഷിച്ചിട്ടുണ്ട്. 3 കിലോമീറ്ററിനപ്പുറത്തേക്കുള്ള എല്ലാ യാത്രയും ഡ്രൈവറെ വിളിച്ച് മാത്രം. മൂത്ത മകൾ എപ്പോഴും കളിയാക്കി പറയും, ലൈസൻസ് എടുത്ത് മാലയിട്ട് സൂക്ഷിക്കുമെന്ന്. അറിയില്ല എന്നാണ് മഴയിലൂടെ എൻ്റെ ആ സങ്കല്പത്തിലെ യാത്ര സാഫല്യമാകുക എന്ന്. ഈ വീഡിയോ കണ്ട് എനിക്കുള്ള അംഗീകാരപത്രം കിട്ടിയാൽ ഞാൻ ധന്യയായി. മൂടിപ്പൊതിച്ചുറങ്ങുന്ന ഇവനെയും കൊണ്ടുള്ള യാത്ര മോഹങ്ങളുടെ പട്ടികയിൽ തന്നെ കിടന്നുറങ്ങട്ടെ. ഇലപ്പത്തിരി സെയിൻ്റെ ഇഷ്ടവിഭവമാണ്. ഇലപ്പത്തിരിയും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ രാവിലത്തെ ഫുഡിനുണ്ടാക്കിയിട്ടുള്ളത്. മികച്ചതിലേക്ക് നമ്മൾ കയറിപ്പോവാതെ നാടും മണ്ണിൻ്റെ മണവും അറിഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ എല്ലാവരും പഠിക്കുക. രുചി അപാരം തന്നെയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ചേർക്കാം. ഇവിടെ വെള്ളത്തിനൊന്നും അധികം ബുദ്ധിമുട്ടില്ല. എൻ്റെ കിണറിലും കുഴൽ കിണറിലും ഒക്കെ ആയിട്ട് എനിക്ക് പ്ലാന്റുകൾ നനയ്ക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ദൈവം സഹായിച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. ചായ കുടി കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റെ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാറാണ് പതിവ്. ഇതുപോലെ ബിഗോണിയ ഒരു ചട്ടി നട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വെയിലിന് നല്ല ചൂട് പിടിച്ചു. ഞാനും വെയിലും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. എന്തായാലും വെയിൽ കൊണ്ട് തന്നെ കുറച്ച് മുരിങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങ കമ്പുകൾ നടുമ്പോൾ നമ്മൾ അവ വളർന്ന് പൊങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ താഴെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങ മരത്തിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ അടിയിൽ നിന്ന് തന്നെ ഒരുപാട് ചില്ലകളും നല്ല തളിരിലകളും ഒക്കെ ആയിട്ട് കാണാൻ തന്നെ മുരിങ്ങ മരത്തിന് ഒരു ഭംഗി കിട്ടും. നമ്മൾ മുരിങ്ങ തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചമുളകും തേങ്ങയും ഒക്കെ ചതച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മുരിങ്ങയിൽ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചക്ക മുളോശിയാണ് മറ്റൊരു വിഭവമായിട്ട് ചോറിലേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു വിഭവമായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്ര പോവാനിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ ചാവിയൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ലോക്കൊക്കെ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. മുൻപ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയിരുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിപ്പിച്ച അദ്ദേഹം പറയുമായിരുന്നു, ഒരു ഡ്രൈവർ എന്നാൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്ന്. എന്തായാലും എൻ്റെ യാത്ര തുടരുകയാണ്. യാത്രയിലുടനീളം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം. അവസാനം എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യം. തൽക്കാലം ഞാൻ അവളുടെ അടുത്തേക്കാണ് ഈ യാത്ര പോകുന്നത്. മഴ ഇപ്പോഴും നന്നായി പെയ്യുന്നുണ്ട്. ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവളുടെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെയും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിലൂടെ ഞാൻ എൻ്റെ പ്ലാന്റുകളെയും എൻ്റെ ഗാർഡനെയും എല്ലാം നിങ്ങളുടെ മുന്നിൽ കാണിക്കാറുണ്ട്. എന്നാൽ അതിലേറെ ഭംഗിയുള്ള ഗാർഡനും ഒരുപാട് ഹെൽത്തിയായ പ്ലാന്റുകളും എല്ലാം വളരെ മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്ത് അത്രയും ഭംഗിയോടെ ഈ ഗാർഡനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് വളരെ മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങളോട് എനിക്ക് ഒരു കാര്യം തുറന്നു പറയാതെ വയ്യ.
ഞാൻ ഒരു യാത്രയും പോയിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടിയിൽ തനിയെ ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ചെയ്തുള്ളൂ. വാട്സപ്പിലൂടെ അവൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ ഞാൻ ഈ രൂപത്തിലാക്കി എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. ഒരു ദിവസം സ്റ്റെഫിയെയും ഈ ഗാർഡനെയും നേരിട്ട് കാണാനായി ഞാൻ യാത്ര പോകും. അന്ന് നിങ്ങളെയും കൂടെ കൂട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.